ഹലോ ഹായ് വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിതാമിയാണ്. ഇന്ന് മറ്റൊരു മെഡിസിനൽ പ്ലാന്റിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ഈ പ്ലാന്റ് നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ കാട്ടിൽ മാത്രം കാണപ്പെടുന്ന അപൂർവം ഇനം ഒരു താളിയാണിത്. അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ ഈ താളി കാണപ്പെടാറുള്ളൂ. അത്ര വലിയ മരമായിട്ടൊന്നും വളരുന്നില്ല, അത്യാവശ്യം വലുപ്പത്തിൽ മാത്രമേ ഇത് പോകുന്നുള്ളൂ. ഇത് വെട്ടിക്കഴിഞ്ഞാലും ഇതിൻ്റെ ശാഖകളായിട്ട് വീണ്ടും അത് വരുന്നതായിരിക്കും. ഏകദേശം നമ്മുടെ മരുതിൻ്റെ ഇലയായിട്ട് സാമ്യമുള്ള ഒരു ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഇല വന്നിട്ട് നല്ല മണമാണ് കേട്ടോ, നല്ല മണമാണ്. നമ്മുടെ സാൻഡ് പേപ്പറിൻ്റെ അത്രയും അതേപോലെയുള്ളൊരു ഗ്രിപ്പാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല സൗണ്ട്. ഇതാണ്ട് ഇങ്ങനെ പൊടിഞ്ഞു വരും, പൊടിഞ്ഞ് നിൽക്കുന്ന ഒരു ഇലയാണ്. ഇലയുടെ അടിഭാഗം വന്നിട്ട് ഇതാണ്ട് നല്ല കട്ടിയാണ് കേട്ടോ ഇല. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പൊടിയുന്ന ഒരു മോഡലാണ് ഇല. സാധാരണ കീറാറല്ലേ നമ്മൾ, ഇല ഇങ്ങനെ കീറിയെടുക്കാറാണ്. പക്ഷെ ഇതങ്ങനെയില്ല, ഇതിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഇലയാണിത്. ഒരുപാട് ഞരമ്പുകളുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത്. ഇതാണ് അതിൻ്റെ ഇലയുടെ ഭാഗം. ഇതൊരു 2 ഇല ഇട്ടാൽ തന്നെ ധാരാളമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള താളി ഉണ്ടാക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഇത്രയും ഔഷധ മൂല്യമുള്ള ഒരു താളി കാണില്ല. ഇത് പ്രകൃതി നമുക്ക് ഒരുക്കി തരുന്ന ഒരു ഔഷധ താളിയാണിത്. ഇതതിൻ്റെ മൂപ്പെത്താത്ത ഇലയാണ് കേട്ടോ. ഇതിൻ്റെ തണ്ട് വന്നിട്ട് ചുവന്ന കളറിലായിരിക്കും. ഇതാണ്ട് കണ്ടില്ലേ, ഇതിൻ്റെ തണ്ടിലും ഇലയുണ്ടാവും കേട്ടോ. തണ്ടിൽ തന്നെ ഒരു ഇല അങ്ങനെയായിട്ട് വളരും. ശാഖ ആവണമെന്നില്ല. ശാഖകളാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും. ശാഖകളിൽ ഇങ്ങനെ തിങ്ങി കൂടിയിരിക്കും. ഇവിടെ മരുതിൻ്റെ ഇല ഇതാണ്. മരുതിൻ്റെ ഇല ഇങ്ങനെയാണ്. അത്ര ഒരു എന്താ പറയുക, ഒരു മിനുസം ഇല്ലാത്ത ഇലയാണ് ഈ മരുതിൻ്റെ ഇല എന്ന് പറയുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് ടച്ച് ഉണ്ട് കേട്ടോ ഇതിന്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട്, കവർ ചെയ്ത പോലെയാണ് ഈ ഇലയുടെ ഒരു ഷേപ്പ് തന്നെ. അപ്പോൾ നിങ്ങളുടെ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉൾവശ കാടുകളിലാണ് ഈ ഒരു താളി കാണുന്നത്. ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങളിത് വെട്ടി മാറ്റരുത് ഒരിക്കലും. എന്നുവെച്ചാൽ കാരണം ഇത് അപൂർവം മാത്രമായിട്ടാണ് ഈ ഒരു താളി നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഒരിക്കലും ഈ ഒരു ചെടിയെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വെട്ടി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ വേറൊരു ഇലയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് ഇതുപോലെ തന്നെയാണ് കാണാൻ, ഒരുപോലെ തന്നെ കാണും. പക്ഷേ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ആയിരിക്കും. തിരിച്ചറിയാൻ പറ്റും, മനസ്സിലായില്ലേ? ഇത് വേറെ ഇലയാണ്. പക്ഷെ ഒരിക്കലും അത് നമുക്ക് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാം. ഈ ഇലയ്ക്ക് വന്നിട്ട് മണം ഉണ്ടാകത്തില്ല. പിന്നെ പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആ ഇല വന്നിട്ട് നമ്മൾ കയ്യിൽ പൊട്ടിക്കുമ്പോൾ തന്നെ താളിയായിട്ട് വരും. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. അതപ്പോൾ മനസ്സിലാക്കിയിട്ട് എടുക്കുക കേട്ടോ. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഈ ചെടിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു മരത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇല. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ആയിരിക്കും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൗണ്ട് കണ്ടില്ലേ? പക്ക താളി ആയിട്ടുണ്ട്. ഇതാണ്ടേ
കൈ തന്നെ പറ്റിപ്പിടിക്കുന്നുണ്ടില്ലേ? അത്രയും ഗമ്മാണ്. ഔഷധ മൂല്യത്തിൽ 1-ാം നമ്പർ താളിയാണിത്. ഇതാണ്ടേ, കണ്ടേ, കയ്യിൽ തന്നെ പറ്റിപ്പിടിക്കുന്നുണ്ട്, വെള്ളം ചേർക്കാതെ തന്നെ. അപ്പോൾ ഇനി ഇതിൻ്റെ താളിയുടെ വിശേഷങ്ങൾ, ഇതെങ്ങനെ ചെയ്തെടുക്കാന്നുള്ള കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇല, ഒരു ഇല എടുത്താലും തന്നെ മതി, ധാരാളമാണ്. പിന്നെ ഒരു ഇല എടുത്താൽ തന്നെ പിന്നെ നമുക്ക് എന്താ പറയുക, താളി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അല്ലാത്തവർക്ക് 2-3 ഇല ഇട്ട് നമുക്കിത് പൊടിച്ചെടുത്ത് നമുക്ക് താളി ഉണ്ടാക്കാം. ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. നിങ്ങൾ എത്രയാണ് ഇല എടുക്കുന്നത് ആ ഇല വന്നിട്ട് നന്നായിട്ട് കഴുകുക. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നെ പുറകുവശം ഇങ്ങനെ ഒരു വൈറ്റ് സ്പോട്ട് ആയിട്ടുള്ള ഒരു ഇത് കാണാം, പൗഡർ കാണാം. അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഏതൊരു ഇല എടുക്കാൻ, താളിയുടെ ഇല എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് കഴുകുക. കാരണം പുഴു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പരന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കണ്ണിന് ഇടുമ്പോൾ തന്നെ നമ്മൾ കണ്ണിലോടുള്ള ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ 3 ഇല നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാനാണ്. ഒരു 3 ഇല ഞാൻ ഇതിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ്. 3 ഇല ഇതാണ്ട്, ഞാൻ 3 ഇല എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വന്നിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇല കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് താളിയാക്കി എടുക്കാം. താളിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ടിട്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ മാറും. ഒരു ചുവന്ന കളറിലായിരിക്കും ഇതിൻ്റെ താളി ഉണ്ടാവുക. ഏകദേശം നമ്മുടെ കരിങ്ങാലി വെള്ളം ഉണ്ടല്ലോ, കരിങ്ങാലിയുടെ അതുപോലെ ആയിരിക്കും ഇതിൻ്റെ കളർ ഉണ്ടാവുക. കണ്ടില്ലേ? ചെമ്പരത്തിയൊക്കെ കടത്തി വിട്ട അമ്മാതിരിയുള്ള സാധനമാണ് ചെമ്പരത്തിയുടെ താളിക്കൊന്നും മണമില്ലല്ലോ. ഇത് വന്നിട്ട് നല്ല മണമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി തന്നെ മണം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. താരൻ മാറാൻ വളരെ ഫലപ്രദമാണ് ഈ താളി. ഭയങ്കര തണുപ്പാണ് കേട്ടോ, അത് പറയാം. ഇപ്പം ഞാൻ കാണിക്കാൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ കള്ളം പറയാമെന്നോ ഉള്ളത്. നോക്കിക്കേ, എൻ്റെ കൈ തന്നെ നോക്കി. ഇതുപോലെയുള്ള ഇല നിങ്ങൾ ചെമ്പരത്തിയെക്കാളും കടത്തി വെട്ടുന്ന ഇങ്ങനെയൊരു ഇല കാട്ടിൽ, അതും ഉൾനാട്, നമ്മുടെ കാട്ടിൽ മാത്രം കാണപ്പെടുന്ന താളിയാണിത്. നല്ല മണമാണ് കേട്ടോ. ഇത് നമ്മുടെ തലയിൽ മാത്രമല്ല, ഇത് വേണ്ട നമ്മൾ താളി ആക്കിയിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അത്രയ്ക്കും എന്താ പറയുക, തണുപ്പാണ്. ഞാൻ ഈ ചൂടുള്ള വേനൽക്കാലത്ത് ഇതിൻ്റെ താളിയാണ് യൂസ് ചെയ്യുക. ചെമ്പരത്തിനേക്കാളും എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്, ഔഷധ മൂല്യമുള്ളതായിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു താളിയാണ്. നമ്മൾ ഉൾനാടൻ പ്രദേശമായതുകൊണ്ട് ഇതിനെയാണ് ആശ്രയിക്കുന്നത്. ഈ ഒരു താളിയാണ്. ചെമ്പരത്തി ഉണ്ട്, പക്ഷേ എനിക്ക് അതിലത്ര ഇതില്ല. ഇതാണ്. വാവ്, എന്താ തിക്നെസ് നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഓക്കെ, കണ്ടില്ലേ? ഇനി നമ്മളിത് അരിച്ചെടുക്കുകയാണ്. ഞാനിത് അരിച്ചെടുക്കാൻ പോവാണ്. അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മണം നല്ല മണമാണ് കേട്ടോ. പിന്നെ ചെമ്പരത്തിയൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം മാത്രമല്ല ഇത് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെ അത് എന്താ പറയുക, മോശമായിപ്പോവും. ഇതങ്ങനെയല്ല. ഈ ഇല വന്നിട്ട് നമുക്ക് 1 മാസം വരെ നമുക്ക് ഒരു കവറിൽ വെക്കുകയാണെങ്കിൽ ഉണക്കിയിട്ട് ഇത് ശേഖരിച്ച് വെക്കാവുന്നതാണ് ഈ ഇല. നമുക്ക് ഏത് ക്ലൈമറ്റ്സിലും നമുക്കിത് ഒന്നും കേടുപാട്, ഉണങ്ങിയിട്ട് പോലും ഇതിന് താളി മാറുന്നില്ല എന്നാണ്, അതായത് ഇതിൻ്റെ ഒരു ഔഷധ സത്ത് മാറുന്നില്ല എന്നതാണ് പറയാനുള്ളത്. ഇത് ഉണങ്ങിയാലും ഇതുപോലെ തന്നെ കാണാം. ഉണങ്ങിയ ഒരു ഇത് ലേശം പച്ച നിറം മാറുമെങ്കിലും താളി ഇതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് എപ്പോഴും ഇതെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് ഇലയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഞാനൊരു കവറിൽ കെട്ടി വയ്ക്കും.
അത് തീർന്നതിന് ശേഷമായിരിക്കും ഞാൻ അത്രയല്ല, ഒരു 2 ഇല മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഒരു ദിവസം. ഇപ്പം രാവിലെ താളിയിട്ട് വൈകുന്നേരം താളിയിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഈ ആക്കി ഇതുകൊണ്ട് തന്നെ നമുക്ക് 3 ദിവസം വരെ കേടുപാട് കൂടാതെ തന്നെ ഇതേ താളി തന്നെ യൂസ് ചെയ്യാം. ഈ ചണ്ടി തന്നെ അത്രയും പ്രത്യേകതയാണ് ഈ താളിക്കുള്ളത്. ഞാനിത് അരിച്ചെടുക്കാൻ പോവാണ്. ഇനി ഇത് അരിച്ചെടുക്കാൻ പോവാണ് ഞാൻ. കണ്ടില്ലേ, നിറം കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, കരിങ്ങാലിയുടെ വെള്ളം പിന്നെ അതിൻ്റെ കളറാണ് ഇതിനുള്ളത്. വാ, തേൻ കണ്ടില്ലേ, തനി തേനാണ് ഇത്. വീഴുന്ന രീതിയാണല്ലേ നിങ്ങൾക്ക്, അത്രയ്ക്കും തിക്കായിട്ടാണ് താളി. കണ്ടില്ലേ ഇതിൻ്റെ ചണ്ടി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ചെടി, ഇങ്ങനെ ഒരു മരം നിങ്ങളുടെ ഉൾനാടൻ കാടിൻ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് വെട്ടി മാറ്റാതിരിക്കുക. ഔഷധമാണ്, ഔഷധത്തിൻ്റെ കലവറ തന്നെയാണ് ഈ ഒരു താളി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നല്ല ഒരു അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനമായി കരുതുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരും. അതുവരേക്കും ബൈ.